A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം 10,35,92,985 രൂപയുടെ നീക്കിയിരിപ്പുമായി നിലമ്പൂർ നഗരസഭാ ബജറ്റ്. കാർഷികം, ആരോഗ്യം, ശുചിത്വം, ടൂറിസം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകിയാണ് UDF ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലി അവതരിപ്പിച്ചത്. 67,59,88,726 രൂപ വരവും 70,64,82,296 രൂപ ചെലവും 10,21,09,134 രൂപ നീക്കിയിരിപ്പും കാണിക്കുന്ന 2025-26 പുതുക്കിയ ബജറ്റും അവതരിപ്പിച്ചു. 61,53,92,19 രൂപ വരവും 61,39,8,167 രൂപ ചെലവും വരുന്ന 2026-27 വർഷത്തെ മതിപ്പ് ബജറ്റിൽ മുൻ നീക്കിയിരിപ്പ് ഉൾപ്പെടെയാണ് 10,35,92,985 രൂപയുടെ മിച്ച ബജറ്റ് അവതരിപ്പിച്ചത്. പ്ലാസ്റ്റിക് വിമുക്ത നിലമ്പൂർ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം സമഗ്രമായി പരിഹരിക്കാൻ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ്. പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്ഥാപിക്കൽ, MLP മൾട്ടി ലെയർ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഇഷ്ടിക നിർമ്മാണം യൂണിറ്റ് ആരംഭിക്കൽ, MRF കേന്ദ്രത്തെ മാതൃകാപരമായി പ്ലാസ്റ്റിക് ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിക്കൽ, ജൈവമാലിന്യ ശേഖരണം ശക്തിപ്പെടുത്തൽ, പ്ലാസ്റ്റിക് പകരം തുണിസഞ്ചി മുതലായവ നിർമ്മിക്കല്, ഇതൊക്കെയാണ് ഈ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ സംരംഭം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനാണ് ഈ ബജറ്റിൽ പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. 1 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. 10 കോടിയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. MP, MLA ഫണ്ടുകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തും. നഗരസഭയ്ക്ക് അധിക ബാധ്യതയില്ലാതെയാണ് പദ്ധതി നടപ്പാക്കുക. കഴിഞ്ഞ ബജറ്റിലെ പദ്ധതികൾ നടപ്പാക്കും. ഇപ്പൊ കൃഷി വേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ ഒരു തരിശുരഹിത നഗരസഭ എന്നൊരു കൺസെപ്റ്റിൽ ഞങ്ങൾ അതിലേക്ക് വേണ്ടി ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, നഗരസഭയിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരാനുള്ള സാധ്യതകൾ MLA, MP ഒക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളുടെ വികാസ് വിഷൻ സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതിന് ഒരുപാട് പൈസ വെക്കേണ്ടതില്ല. നബാർഡിൻ്റെയും ഹഡ്കോയുടെയും ഒക്കെ CSR അടക്കമുള്ള ഐഡക്കിൻ്റെ ഒക്കെ പദ്ധതികൾ മുഖേന നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള താല്പര്യമുള്ളത് കൊണ്ട് അതിന് ചെറിയ പദ്ധതികൾ, നഗരം ഏറ്റവും സുന്ദരമായി മാലിന്യമുക്ത സുന്ദര നഗരമായിട്ട് നഗരസഭയെ പ്രസന്റ് ചെയ്യാനുള്ള പദ്ധതികൾക്ക് ഞങ്ങൾ ഊന്നൽ നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ വായിച്ച അവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ നഗരസഭയിലെ മുഴുവൻ കലാകാരന്മാരെ രജിസ്റ്റർ ചെയ്ത് അവിടെ അവരുടെ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള പദ്ധതി. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ പറയുന്നത് ഈ മാലിന്യമുക്ത നഗരസഭയാണ്. ഒപ്പം തന്നെ നമുക്ക് പാവപ്പെട്ട ധാരാളം ആളുകൾ SC/ST വിഭാഗത്തിൻ്റെയും അതിദരിദ്രരുടെയും കിടപ്പിലായ ആളുകൾക്കും വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് അവരർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അവിടെ സ്പെഷ്യൽ സ്കൂള്, അവർക്ക് കൂട്ടിരിപ്പുകാർക്ക് അടക്കം ഭക്ഷണം, അവർ തൊഴിൽ AI അടക്കം അവർക്ക് സൗജന്യമായി ട്രെയിനിങ് കൊടുക്കാൻ ഭിന്നശേഷിക്കാർക്ക് അതിനുണ്ട്. തെറാപ്പികൾ, വിവിധ 5 തരത്തിലുള്ള തെറാപ്പികൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അതിന് സഹകരിച്ച് പദ്ധതികൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. നഗരസഭയുടെ വികസനവും ക്ഷേമപ്രവർത്തനത്തിനുമാണ് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. ബജറ്റിൽ പുതുതായി ഒന്നുമില്ലെന്ന പ്രതിപക്ഷ ആരോപണത്തോട് എന്തുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ പുറത്താക്കിയതെന്ന് ചിന്തിച്ചാൽ മതിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ആ അവകാശവാദം പോക്കറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പിന്തുണ നൽകി അവരൊപ്പം നിന്ന അവർക്ക് സമാനമായ ഇപ്പം ചെയ്ത പോലെ സമാനമായ രീതിയിലുള്ള അവകാശങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ച് അവർക്ക് ഒന്നിച്ചു പോകാം. അല്ല, അവർ ഭിന്നിച്ചാൽ പോണെച്ചാൽ ഞങ്ങൾ 28 ആൾക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയും. ഞങ്ങൾക്കത് പാസ്സാക്കാനും കഴിയും, നടപ്പിലാക്കാനും കഴിയും. അത്രേ പറയാനുള്ളത്. നഗരസഭയിൽ 36 കൗൺസിലർമാരെയും ഒന്നായി കണ്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇതിൽ 1-2 ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം. കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളിലും തുടരന്വേഷണം ഉണ്ടാകും. അഴിമതിക്ക് കൂട്ടുനിന്നവരെ വെറുതെ വിടില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിൽ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലി അവതരിപ്പിച്ച ബജറ്റ് കഴിഞ്ഞ ഭരണസമിതി ബജറ്റിന്റെ ആവർത്തനം മാത്രമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പുതുതായി ഒന്നും എടുത്തു കാണിക്കാനില്ലാത്ത ബജറ്റാണ് UDF ഭരണസമിതിയുടേതെന്നും CPI അംഗം PM ബഷീർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 4 ബജറ്റുകളിലായി ഇടം പിടിച്ചിരുന്നു. ടെൻഡർ ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനവും നടന്നതാണ്.
ഇതാണ് ഇപ്പോൾ വീണ്ടും ബജറ്റിൽ ഉൾപ്പെടുത്തിയതെന്നും ബഷീർ പറഞ്ഞു. റിവേഴ്സ് ബേസ്ഡ് ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സാമ്പത്തിക വർഷം നിലനിൽക്കുന്ന ബഡ്ജറ്റേ അല്ല. കാരണം മെയിൻ പോയിന്റ്, നിലമ്പൂർ നഗരസഭ ജില്ലാ ആസൂത്രണ സമിതിയിൽ ഇന്ന് വരെ പദ്ധതി സമർപ്പിച്ചിട്ടില്ല. പദ്ധതി നഗരസഭ കൗൺസിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം കഴിഞ്ഞ 3-ാം തീയതി അംഗീകാരം വാങ്ങിയെങ്കിലും തുടർന്ന് ഇന്നലെ വീണ്ടും അതേ കൗൺസിൽ യോഗം ചേർന്ന് ആ തീരുമാനത്തിൽ ഭേദഗതി വരുത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ ആക്കി മാറ്റാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഒരു വികസന രേഖയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളത് ഇന്നലത്തെ കൗൺസിലിലൂടെ ഈ നഗരസഭാ ഭരണസമിതി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പദ്ധതിയിലെ തുകയും ആ പദ്ധതിയും വെച്ച് രൂപീകരിച്ചിട്ടുള്ള ഈ നിലമ്പൂർ നഗരസഭയിൽ 2 വാർഡ് സഭകൾ ഇനിയും ചേരാനിരിക്കെ അപൂർണമായി തയ്യാറാക്കിയിട്ടുള്ള ഈ പദ്ധതിയെ ബേസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റ് നിലനിൽക്കുന്ന ബഡ്ജറ്റല്ല. നമ്പർ 1. നമ്പർ 2, എനിക്ക് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ കോപ്പി ലഭ്യമാണ്. ഈ ബജറ്റിനകത്ത് എന്ത് പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ നിർദ്ദേശമാണ് ഈ ഭരണസമിതി നിലമ്പൂരിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഇവരെടുത്ത് പറയുന്നത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 4 കൊല്ലമായി ബജറ്റിനകത്ത് വരുന്നതാണ്. കഴിഞ്ഞ ബജറ്റിനകത്ത് നിലമ്പൂർ നഗരസഭ ബജറ്റ് പാസാക്കി ടെൻഡർ ചെയ്തൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ടെൻഡർ ചെയ്യുകയും സെലക്ഷൻ നോട്ടീസ് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന് കൊടുക്കുകയും ചെയ്ത ഒരു പ്രവൃത്തി തങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് എന്ത് വൈരുദ്ധ്യമാണ്. രണ്ടാമത് ഇവർ പറയുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ മരുന്ന്, വയോജന പാർക്ക്, ഓപ്പൺ ജിമ്മ്, ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ ബജറ്റിനകത്ത് വന്നതാണ്. പിന്നീട് ഇവർ പറയുന്നത് കർഷകർക്കുള്ള ധനസഹായം, പച്ചക്കറി കൃഷി വ്യാപനം, കിഴങ്ങ്, ഇതെല്ലാം കാലങ്ങളായിട്ട് വരുന്ന പദ്ധതികളാണ്. A+ വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.